നമസ്കാരം, എല്ലാവർക്കും സുനിത കുക്ക് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണത്തിന് വിളമ്പാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ മാങ്ങ അച്ചാറും വടുകപ്പുളി നാരങ്ങ കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുമ്പായിട്ട് എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ തിരുവോണം ആശംസകൾ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ഇടയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് കടുമാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ആ മാങ്ങ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അത് നന്നായിട്ട് ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂറോളം ഞാനിത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എള്ളെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-3.5 ടേബിൾ സ്പൂണോളം എള്ളെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറിയ രീതിയിൽ ഒന്ന് ചുമന്ന് വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം അതേ വെളുത്തുള്ളി ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടി, ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട് മുളക് പൊടി, ഇതങ്ങ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും കായപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു നമ്മുടെ സദ്യക്കുള്ള ആ ഒരു കടുമാങ്ങയുടെ അല്ലെങ്കിൽ മാങ്ങ അച്ചാറിൻ്റെ ആ ഒരു ഇത് വരുന്നത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഒരുപാട് സമയം സ്റ്റൗവിൽ വെക്കണമെന്നില്ല, തീരെ ചെറുതായിട്ടല്ലേ അരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതൊരു 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നോക്കിയിട്ട് ടേസ്റ്റ് കുറവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവും, അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കണ്ട. എന്നാലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മുമ്പിട്ട് നിൽക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഉപ്പ് ഒരല്പം കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഉപ്പ് വീണ്ടും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം അടുത്തും ആകണം. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് അതേ പാനിലേക്ക് തന്നെയാണ്, ഒരുമിച്ചാണ് ഇത് രണ്ടും ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം മാങ്ങ മാറ്റി വെച്ചിട്ട് അടുത്ത് ചെയ്യുന്നത് വടുകപ്പുളി നാരങ്ങ കറിയാണ് കേട്ടോ. അതിന് വേണ്ടി പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് ചേർത്ത് കൊടുത്തു, വറ്റൽമുളകും കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തു. ഇനി ചെറുതായിട്ട് അരിഞ്ഞ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാകും വെളുത്തുള്ളി, അതങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി തന്നെ വരണം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വടുകപ്പുളി നാരങ്ങ, ഇതുപോലെ ഒരുപാട് ചെറുതായിട്ടല്ല എങ്കിലും ഒരുപാട് വലുതാക്കിയിട്ടുമില്ല, ഇതുപോലെ ഈ ഒരു സൈസിൽ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉപ്പൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ. ഇനിയും വേണം ഉപ്പ് ചേർക്കാനുള്ളത്. ഇതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്.
ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഉപ്പും കൂടെ അലിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കും. അപ്പോഴിരുന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു വരും കേട്ടോ. അതിനായിട്ടാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ, ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ നാരങ്ങയുടെ ജ്യൂസൊക്കെ ഇറങ്ങി ഇതിൽ കിടന്ന് ഇനി നല്ലതുപോലെ അങ്ങ് വെന്തോളും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കിഡിലും ടേസ്റ്റ് ആയിരുന്നു. ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ അത് നമ്മുടെ നാരങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ വരില്ല, ചെറിയ സ്പൂണാണ്, അപ്പോൾ ഒരു 1.5 ടീസ്പൂണേ കാണത്തുള്ളൂ. പിന്നെ ഒരു 2-3 നുള്ള് കായപ്പൊടി, ഒരു സ്വല്പം ഉലുവാപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നപ്പോഴത്തേക്ക് ഇതാ ഇതിൽ കണ്ട വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കണം. നന്നായിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് ഉടഞ്ഞു വരാനുണ്ട്. ഒരു സ്വല്പം കൂടി ഒന്ന് വെന്തിട്ട് ഉടഞ്ഞു ചേർന്ന് വരട്ടെ. അപ്പം അതാ എല്ലാം കൂടെ ഉടഞ്ഞ് വെന്ത് നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ നാരങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. താങ്ക് യു.